Hello everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ ആക്ട് നോക്കാം. ഫിൽ ദ സെൽ, എ ഗെയിം വിത്ത് ടോക്കൺ. Fill the cell with token numbered from 1 to 100. Minha and friends are playing this game. You can also play it. Your teacher also will help you. അപ്പോൾ ഇതെന്താ, ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. 1 to 100 വരെ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് അത് അവിടെ കൊടുക്കാഞ്ഞത്. ദെൻ സ്കൂൾ സ്റ്റോർ. മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100 rupees. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു ഷോപ്പിൻ്റെ പ്രൈസ് ലിസ്റ്റ്, ഐറ്റമോ അതിൻ്റെ പ്രൈസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100 rupees. മിൻഹ 100 rupeesന് സാധനം വാങ്ങി. വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട്? അവൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം? 100 rupeesന് എന്തൊക്കെ സാധനങ്ങൾ അവൾക്ക് വാങ്ങിക്കാം? അപ്പോൾ അതിൻ്റെ കുറച്ച് വാങ്ങിക്കാനുള്ള കുറച്ച് പോസിബിലിറ്റി നമുക്ക് നോക്കാം. ഒന്നാമത്തത്, 1 marker 75 rupees and 1 crayons 25 rupees. 75 plus 25 100. Then മറ്റൊരു പോസിബിലിറ്റി, സ്കെച്ച് പെൻ പാക്കറ്റ് 40 rupees, നോട്ട്ബുക്ക് 60 rupees. Then മാർക്കർ 70 rupees, സ്കെയിൽ 5 rupees, then pen 20 rupees. Then notebook 60 rupees, scale 5 rupees, pen 20 rupees, ബ്രൗൺ പേപ്പർ 15 rupees. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു 100 rupeesനെ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ദെൻ പെൻസിൽ കമ്പനി. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി. 10 pencils are to be put in each box and 10 packets in each box. അപ്പോൾ മിൻഹയുടെ അച്ഛനൊരു പെൻസിൽ കമ്പനിയാണ്. 10 പെൻസിൽസ് ആണ് ഒരു പാക്കറ്റിൽ. അതുപോലെ തന്നെ ഒരു ബോക്സിനകത്ത് 10 പാക്കറ്റും വെക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്, ഒരു പാക്കറ്റിലെ പെൻസിലിൻ്റെ എണ്ണം എത്രയാ? 10, 10. ദ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്, ഒരു ബോക്സിലുള്ള പാക്കറ്റുകളുടെ എണ്ണം, ഇറ്റ് ഈസ് 10. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്, 10 into 10 1000. സി ഹൗ ദ പെൻസിൽസ് ആർ ബോക്സ്ഡ്. എങ്ങനെയാണ് പെൻസിൽസ് ബോക്സ് ചെയ്തിട്ടുള്ളത് നോക്കാം. Then write the number of pencils in the empty cell of the table below. അപ്പോൾ ടേബിൾ ബിലോയിൽ എന്ത് ചെയ്യുക, ഓരോ ബോക്സിൻ്റെ അകത്തും ഉള്ള പെൻസിലുകളുടെ ടോട്ടൽ എണ്ണം എഴുതാം. നോക്കാം. ഒന്നാമത്തേൽ ഒരു ബോക്സാണ്, ഒരു ബോക്സിൽ 10 പാക്കറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര പെൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? 10 പെൻസിൽസ്. അപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് 100 പെൻസിൽസ്. ഇനി 2 ബോക്സ് ആകുമ്പോൾ 200, 5 ബോക്സസ് ആകുമ്പോൾ 500, ദെൻ 4 ബോക്സസ് 400, ദെൻ 600. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി പെൻസിൽസ് വുഡ് ബി ദെയർ ഇൻ 10 ബോക്സസ്? 10 ബോക്സസിൽ എത്ര പെൻസിൽസ് ആണ് ഉണ്ടാവുക? 1000. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, മേന്മ സ്റ്റോർ. Menma store want 1000 pencils. Minha and her father packed 2 bags with the same number of boxes in each. How many pencils were there in each bag? അപ്പോൾ മേന്മ സ്റ്റോറിലേക്ക് 1000 പെൻസിൽസ് ആവശ്യമാണ്. അപ്പോൾ മിൻഹയും അവളുടെ അച്ഛനും കൂടി എന്ത് ചെയ്തു, 2 ബാഗുകളായിട്ട് അത് പാക്ക് ചെയ്തു. അപ്പോൾ 2 ബാഗിലും സെയിം നമ്പർ ഓഫ് ബോക്സസ് ആണ് വെച്ചത്. അപ്പോൾ 1000 പെൻസിൽസ് ആണ് വേണ്ടതെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽസ് വീതമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 500 plus 500 is 1000. ദെൻ ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? ഓരോ ബാഗിലും എത്ര വീതം പെൻസിലുകൾ എന്നാണ്. 1000 ആവാൻ ഓരോ ബാഗിലും എത്ര പെൻസിൽ വീതം വെക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാഗിൽ 300ഉം രണ്ടാമത്തെ ബാഗിൽ 700ഉം വെച്ചു. അപ്പോൾ 300 plus 700 is equal to 1000. നെക്സ്റ്റ് നോക്കാം. 100 പെൻസിൽസ് ആണ് മിൻഹയുടെ ബാഗിൽ വെച്ചത്. അപ്പോൾ ഫാദറിൻ്റെ ബാഗിൽ എത്രയായിരിക്കും? 900 ആയിരിക്കും. ഇനി 200 ആണ് നമ്മൾ
മിൻഹയുടെ ബാഗിൽ വെച്ചതെങ്കിൽ അച്ഛൻ്റെ ബാഗിൽ എത്രയായിരിക്കും? 800 ആയിരിക്കും. ദെൻ 400 ആണ് മിൻഹയുടെ ബാഗിൽ വെച്ചതെങ്കിൽ 600 ആയിരിക്കാം ഫാദറിൻ്റെ ബാഗിലുള്ള പെൻസിൽസിൻ്റെ എണ്ണം. ദെൻ മെൻമ സ്റ്റോർ, ദേ ഗേവ് 800 പെൻസിൽസ് ടു നന്മ സ്റ്റോർസ് ഇൻ 2 bags. അവരെന്ത് ചെയ്തു? 2 ബാഗുകളായിട്ട് 800 പെൻസിൽസ് ഇവിടെ കൊടുത്തു, നന്മ സ്റ്റോഴ്സിൽ കൊടുത്തു. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? ഓരോ ബാഗിലും എത്ര പെൻസിൽസ് ആയിരിക്കാം? അതിൻ്റെ 400 ആൻഡ് 400 അല്ലേ? 2 ബാഗിലും 400 ആക്കി വെച്ചാൽ എത്രയായി? 800 ആയി. ദെൻ ഒരു ബാഗിൽ 100 ആണെങ്കിൽ മറ്റേ ബാഗിൽ എത്രയായിരിക്കും? 700 ആയിരിക്കും. ഇനി ഒരു ബാഗിൽ 200 ആണെങ്കിൽ മറ്റേ ബാഗിൽ 400. ദെൻ 300 ആണെങ്കിൽ 500. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടണം? 800 കിട്ടണം. ദെൻ നെക്സ്റ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഹൺഡ്രഡ്സ്. ഈ 700 എന്നുള്ളതിനെ നമ്മൾ ഹൺഡ്രഡ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ 700 എന്ന് പറഞ്ഞാൽ 300 + 400. പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ 700നെ എഴുതാം? 200 + 500 = 700. Then 100 + 600 = 700. Then next 900. 200 + 700 = 900. Then 300 + 600. 100 + 800. 400 + 500. Then next 600. 600നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാം? 300 + 300. 200 + 400. 100 + 500. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ ഈക്വൽ സ്പ്ലിറ്റ്. അപ്പോൾ 100 + 100 രണ്ട് ഭാഗത്തും ഒരേ നമ്പർ വെച്ചിട്ട് എഴുതുന്നതിനെ നമ്മൾ ഈക്വൽ സ്പ്ലിറ്റ്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ 100 + 100 എത്രയാ? 200 അല്ലേ? ഇനി 250 + ഡാഷ് = 500. എത്രയാണ്? 200 + 200 = 500. ദെൻ 300 + 300 = 600. ദെൻ ഡാഷ് പ്ലസ് ഡാഷ് = 700. ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാലാണ് 700 കിട്ടുക? 350 + 350. Then 900 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടണം? 450 + 450. Then a mistake. Minha was asked to pack 870 pencils for the school in a packet of 110. അപ്പോൾ മിൻഹയ്ക്ക് ഒരു സ്കൂളിലേക്ക് എത്ര പെൻസിൽ കൊടുക്കണം? 870 പെൻസിൽ കൊടുക്കണം. ഇനി അത് 100ൻ്റെയും 10ൻ്റെയും പാക്കറ്റിലാക്കിയിട്ടാണ് കൊടുത്തത്. ഷീ ഫിൽഡ് 7 packets of 100. അപ്പോൾ 100 പെൻസിലുകളുള്ള 7 പാക്കറ്റുകളും അതുപോലെ തന്നെ 8 packets of 10 പെൻസിലുകൾ വീതമുള്ള 8 പാക്കറ്റ്സും ആണ് ആക്കിയത്. ഹൗ മെനി ഡിഡ് ഷീ പാക്ഡ് ഇൻ ഓൾ? അവൾ മൊത്തത്തിൽ എത്രയാണ് പാക്ക് ചെയ്തത്? ദെൻ ഹൗ മെനി മോർ ആർ ദെയർ ടു ബി പാക്ക്ഡ്? അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പെൻസിൽസ് നീഡഡ് ഈസ് ഈക്വൽ ടു 870. നമ്പർ ഓഫ് പെൻസിൽസ് പാക്ക്ഡ്, അവൾ പാക്ക് ചെയ്ത പെൻസിൽസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ നമ്പർ ഓഫ് പെൻസിൽസ് പാക്ക്ഡ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എത്ര പാക്ക് ചെയ്തു? 700. 700 + 80 = 780. 780 പെൻസിൽസ് ആണ് അവൾ പാക്ക് ചെയ്തത്. ഇനി എത്രയും കൂടി വേണം? 870 മൈനസ് 780 = 90. 90 പെൻസിൽസ് ആണ് അവൾക്ക് കൂടുതലായിട്ട് ഇനി വെക്കേണ്ടത്. ദെൻ പെൻഷൻ. 200 rupees to the milkman, 500 rupees to the grocery and 100 rupees to Minha. How much in all? അപ്പോൾ ആ ഗ്രാൻഡ് മദറിന് എന്ത് കിട്ടി? പെൻഷൻ കിട്ടി. അതിൽ 200 rupees ആർക്ക് കൊടുത്തു? മിൽക്ക്മാന് കൊടുത്തു, പാൽക്കാരന് കൊടുത്തു. 500 rupees ഗ്രോസറിക്ക്, വീട്ടു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എടുത്തു. ദെൻ 100 rupees മിൻഹയ്ക്കും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ആകെ എത്ര രൂപയുണ്ട്? എത്രയാണ് ഗ്രാൻഡ് മദറിന് കിട്ടിയ പെൻഷൻ തുക?
It is 200 plus 500 plus 100 is equal to 800. Then I will deposit the 100 rupees grandmother gave me in my piggy bank. ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഗ്രാൻഡ് മദർ തന്ന ആ 100 rupees ഞാൻ സൂക്ഷിച്ച് വെക്കും അല്ലേ, ഞാനതെൻ്റെ പിഗ്ഗി ബാങ്കിൽ ഇടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ ഫാദർ എന്താ പറയുന്നത്, ഐ വിൽ ഗിവ് യു 1 rupee ഈച്ച് ഡേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഓരോ ദിവസവും എന്ത് തരും, ഓരോ രൂപ വീതം തരും അല്ലേ. മിൻഹ റോട്ട് ഇൻ എ കാർഡ്. അവൾ എന്ത് ചെയ്തു, ഇതൊരു കാർഡിൽ എഴുതി വെച്ചു. അവൾക്ക് കിട്ടുന്ന പൈസയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഡേ 100 rupees ആയിരുന്നു അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് ഡേ എന്ത് ചെയ്തു, ഫാദർ അതിൻ്റെ കൂടെ 1 രൂപ കൂടി കൂട്ടിക്കൊടുത്തു. അപ്പോൾ എത്രയായി, 100 + 1 102. ദെൻ നെക്സ്റ്റ് ഓൺ ഫിഫ്ത്ത് ഡേ ആകുമ്പോൾ അവളുടെ കയ്യിൽ എത്രയുണ്ട്, 100 rupeesഉം 4 rupeesഉം, അപ്പോൾ 104. ദെൻ സിക്സ്ത് ഡേ 100 + 5 rupees, ദെൻ 105. എയ്ത്ത് ഡേ 100 + 7 rupees, 107. നയൻത്ത് ഡേ 108 rupees, 108. Then 10th day 100 + 9 rupees, then 109 rupees. 11th day 100 + 10, then 110. Then how much on 21st day? 21st day എത്രയായിരിക്കും, 21ാമത്തെ ദിവസം എത്ര രൂപ ഉണ്ടാവുക, 100 + 20 is equal to 120. Then how much on the 54th day? 54th day എത്രയായിരിക്കും, 100 + 53 is equal to 153. Then health survey. A health survey is being conducted. ഒരു ഹെൽത്ത് സർവേ നടക്കുകയാണ്. They visited houses in the order of their number. അപ്പോൾ വീട്ട് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ സർവേ നടത്തുകയാണ്. They reached മിൻഹാസ് ഹൗസ്. അവർ മിൻഹയുടെ വീട്ടിലെത്തി. And the house number is 296. Write the number of houses they are going to visit next in correct order. You can also color the houses. അപ്പോൾ ആ വീടുകൾക്ക് കളർ കൊടുത്തിട്ട് നമ്പർ ഇടുകയാണ് വേണ്ടത്. അപ്പോൾ അത് 295 മുതൽ അങ്ങോട്ടേക്കാണ് നമുക്ക് ഇടേണ്ടത്. 95ഉം 96ഉം അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ 297, 298, 299, 300, then 301, 302, 300 and next 303, then next 304, 305, 306, 307, 308, 309, then 310, 311. ഇത് നമ്മൾ ആ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 295 മുതൽ 311 വരെ നമ്പർ ഇടാൻ വേണ്ടി പഠിച്ചു. Then next, price of pencils. Anay bought a box of pencils from the factory where Minha's father's shop. അപ്പോൾ അനയ് എന്ത് ചെയ്തു, ഒരു ബോക്സ് വാങ്ങി അല്ലേ, പെൻസിലിൻ്റെ ഒരു ബോക്സ് തന്നെ വാങ്ങി. ദ പ്രൈസ് വാസ് 300. അപ്പോൾ ആ ബോക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ 300 rupees ആണ്. In what denomination would he have given the following notes and coins? അപ്പോൾ ഈ ഇത്രയും പൈസകളാണ് അവൻ്റെ കയ്യിലുള്ളത്. 100 rupees നോട്ടുണ്ട്, 20 rupees നോട്ടുണ്ട്, 50 rupees നോട്ടുണ്ട്, 10 rupeeൻ്റെ നോട്ടുണ്ട്, 200ൻ്റെ നോട്ടുണ്ട്, 500 നോട്ടുണ്ട്, പിന്നെ 5 rupee കോയിൻ, 2 rupee കോയിൻ ആൻഡ് 1 rupee കോയിൻ. അപ്പോൾ എങ്ങനെയായിരിക്കും അവൻ ഈ പൈസയും 300 രൂപ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. അതൊരു പോസിബിലിറ്റി നോക്കാം. 200 rupeeയുടെ ഒരു നോട്ടും 100 rupeeയുടെ ഒരു നോട്ടും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ദെൻ അനദർ പോസിബിലിറ്റി, 3 100 rupee നോട്ട് കൊടുത്താൽ എത്രയാവും, 300 ആവും. ദെൻ മൂന്നാമത്തെ പോസിബിലിറ്റി, ഒരു 100 rupee നോട്ടും 4 50 rupee നോട്ടും കൊടുത്താൽ എത്രയാവും, 300 ആവും. ദെൻ ഫോർത്ത് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 200ൻ്റെ നോട്ടും 2 50യുടെ നോട്ടും കൊടുത്താൽ എത്രയായി, 300 ആയി. ഇനി അടുത്ത് നോക്കാം.
If each note and coin in the picture is given together, how much rupees would it be? അപ്പോൾ ഈ കാണുന്ന ചിത്രത്തിലുള്ള പൈസയൊക്കെ കൊടുത്താൽ എത്രയാവും ടോട്ടൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര? 100 + 20 + 50 + 10 + 200 + 5 + 500 + 2 + 1. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കി എത്ര കിട്ടും? 888. ഇത് അബാക്കസിൽ വരക്കാനാണ് പിന്നെയുള്ളത്. അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ദെൻ ഇവിടെ ഉണ്ട് എന്ത്? അബാക്കസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അബാക്കസ് എന്ന് ആ നമ്പർ ഏതാണെന്ന് കണ്ടെത്താണ് വേണ്ടത്. അപ്പം നോക്കിയേ, ഒന്നാമത്തതിൽ 100ൻ്റെ സ്ഥാനത്ത് എത്ര എത്ര ബീഡ്സാണ് ഉള്ളത്? 2. അപ്പം അത് എത്രയിൽ തുടങ്ങുന്ന നമ്പർ ആയിരിക്കും? 200. ദെൻ എത്ര ടെൻസ് ഉണ്ടെന്ന് എണ്ണി നോക്കുക. അതുപോലെ തന്നെ എത്ര വൺസ് ഉണ്ടെന്നും എണ്ണി നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര? 263. അതുപോലെ ബാക്കി മറ്റതും ചെയ്ത് നോക്കാം. എത്രയാ? 301. പിന്നെയുള്ളത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. ദെൻ ദർ ഇസ് എ ചെക്ക്, അല്ലേ? ഒരു ചെക്കിൻ്റെ മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രയാണ് നമ്പർ എഴുതിയിട്ടുള്ളത്? 1000 വേർഡ്സിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ നമ്പറിൽ അക്കത്തിൽ എഴുതാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനും അത് തന്നെയാണ്. വേർഡ്സിലും നമ്പറിലും എഴുതാനാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ 125, ദെൻ സെക്കൻഡ് വൺ 405, then 890, 342, 617, 550, then 261. അപ്പോൾ ഇത് നമ്മുടെ ആ നമ്പറും അതുപോലെ തന്നെ അത് വേർഡ്സിലും നമ്പറിലും എഴുതാൻ വേണ്ടി ശീലിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് എഴുതി നോക്കാം. ദെൻ ഇവിടെ ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദ പേ ഇൻ സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇത്. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഓരോ നോട്ടും എത്ര എണ്ണം വീതമാണ് കൊടുക്കുന്നതെന്ന് എഴുതണം. അപ്പോൾ മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 റുപ്പീസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന് 6 നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ പൈസ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കാം? 200 റുപ്പി നോട്ട്. ഇപ്പോൾ 200 രൂപയുടെ നോട്ട് കൊടുത്താൽ എത്രയായി? 400 രൂപയായി. ദെൻ 400 റുപ്പി നോട്ട്, 400 രൂപയുടെ നോട്ട് കൊടുത്താൽ എത്രയായി? 400 ആയി. അപ്പോൾ ടോട്ടൽ 800 റുപ്പീസ് ആയില്ലേ? അപ്പോൾ ഇങ്ങനെ ആയിരിക്കാം മിൻഹയുടെ ഫാദർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അടുത്ത നോക്കാം, നമ്പർ ഓഫ് നോട്ട്സ്. ഐ ഹാവ് 370 റുപ്പീസ് റിമൈനിങ്. ദ നമ്പർ ഓഫ് നോട്ട്സ് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ. വാട്ട് നോട്ട് ഡു ഐ ഹാവ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഈച്ച്? അപ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 370 രൂപയുണ്ട്. 370 റുപ്പീസാണ് എൻ്റെ കയ്യിൽ ഇനി ബാക്കിയുള്ളത്. ദ നമ്പർ ഓഫ് നോട്ട്സ് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നോട്ടുകളുടെ എണ്ണം, ഈ 370 രൂപ എൻ്റെ കയ്യിൽ നോട്ടുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ആ നോട്ടുകളുടെ എണ്ണം എന്തിന് തുല്യമാണ്? സം ഓഫ് ഡിജിറ്റ്. അപ്പോൾ ആ നമ്പറിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ, അതായത് ആ നമ്പറിൻ്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാലുള്ളതിന് തുല്യമാണ്. അപ്പോൾ 370 ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത്? 3 + 7 + 0. ആൻഡ് വാട്ട് നോട്ട് ഡു ഐ ഹാവ്? എൻ്റെ കയ്യിലുള്ള നോട്ട് ഏതാണ്? ആൻഡ് ഹൗ മച്ച് ഓഫ് ഈച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 300 റുപ്പി നോട്ട്, 300 റുപ്പി നോട്ട് ആയാൽ എത്രയായി? 300 ആയി. ദെൻ 7 10 റുപ്പി നോട്ട് എത്രയായി? 70 റുപ്പി. ടോട്ടൽ 370. ഇനി സം 10. The sum of digit of 109 is 1 + 0 + 9 is equal to 10. അപ്പോൾ 109ൻ്റെ ആ 3 ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടിയാൽ എത്ര ആൻസർ കിട്ടുക? 10 കിട്ടുക. ദെൻ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ് 118? 118 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? അപ്പോൾ 1 + 1 + 8 is equal to 118.
8. Then 127 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 1 + 2 + 7 = 10. ഓക്കെ, അതേപോലെ വരുന്ന ഒരു ചോദ്യമാണിത്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ വിത്ത് സം ഓഫ് ഡിജിറ്റ് 10? അപ്പോൾ 10 ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത്? അപ്പം അതിൽ 3 അക്കങ്ങളും കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? 10 ആണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ബിറ്റ്വീൻ 10 and 20, 10 and 20ൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ, ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന എത്ര നമ്പേഴ്സാണ് ഉള്ളത് നോക്കാം. 109, 118, 127, 136, 145, 154, 163, 172, 181, 190. അപ്പോൾ ഇത്രയാണ് 100നും 200നും ഇടയിലുള്ളത്. അപ്പോൾ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 10 അല്ലേ? ഇനി അടുത്തത് 200 and 300, 200നും 300നും ഇടയിൽ നോക്കാം. 208, 217, 226, 235, 244, 253, 262, 271 and 281. എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 9. ഇനി 300 and 400, 300നും 400ൻ്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 307, 316, 325, 334, 352, 361 and 370. എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 8 നമ്പേഴ്സ്. ഹൗ മെനി 3-digit നമ്പേഴ്സ് ഇൻ ഓൾ? മൊത്തം നമ്മുടെ മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് ഇവിടെ മുതലാ? 100 മുതൽ അവസാനിക്കുന്നത് 999 വരെയാണെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഇതുപോലെ പിന്നെ സം ഓഫ് ഡിജിറ്റ് 100 ആയിട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 100 മുതൽ 200 വരെ 10 നമ്പേഴ്സ്, 200 മുതൽ 300 വരെ 9 നമ്പേഴ്സ്, ദെൻ 300 to 400 8, then 400 to 500 7, 500 to 600 6, 600 to 700 5, 700 to 800 4, 800 to 900 3, 900 to 999 2. അപ്പോൾ അതൊക്കെ കൂട്ടിയാൽ എത്ര കിട്ടും? 54. അപ്പോൾ 54 നമ്പേഴ്സ് ഉണ്ടാവും ഇങ്ങനെ സം ഓഫ് ഡിജിറ്റ് 10 ആയി വരുന്നത്. ഓക്കെ, ദെൻ I have 100 rupee and 10 rupee notes and also 1 rupee coins. This makes 456 rupees. What is the minimum number of notes and coins which make up 456 rupees? അപ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപയുടെ നോട്ടും 10 രൂപയുടെ നോട്ടുകളും അതുപോലെ തന്നെ 1 rupee കോയിനുമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് 456 rupees ആവണം. അപ്പോൾ ഞാൻ എത്ര നോട്ട്സ്, മിനിമം നമ്പർ ഓഫ് നോട്ട്സ് എടുത്താൽ എങ്ങനെയാണ് എനിക്ക് 456 ആക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 400 rupee നോട്ട് എടുക്കാം. 4 100 രൂപയുടെ നോട്ട് എടുത്താൽ 400 ആയി. ദെൻ 5 10 rupee നോട്ട്, 5 10 രൂപ നോട്ട് എടുത്താലും 50 rupees ആയി. ദെൻ 6 1 rupee കോയിൻ, 6 1 rupee കോയിൻ എടുത്താൽ 6 ആയി. അപ്പോൾ 456 ഈ രീതിയിലെടുത്താൽ നമുക്ക് ആയി. ദെൻ ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 rupee നോട്ട്സ്, 8 10 rupee നോട്ട്സ് ആൻഡ് 5 1 rupee കോയിൻ മേക്സ്? അപ്പോൾ 6 100 rupee നോട്ടും അതുപോലെ തന്നെ 8 10 rupee നോട്ടും 5 1 rupee കോയിനും കൂടി എടുത്താൽ എത്ര രൂപയാകുമെന്നാണ് അടുത്ത ചോദ്യം. ഇറ്റ് ഈസ് 685. Then what about 400 rupee notes and 9 1 rupee note? അപ്പോൾ 4 100 rupee നോട്ടും 9 1 rupee നോട്ടും കൂടി എടുത്താൽ എത്രയാകും? ഇറ്റ് ഈസ് 409. ദെൻ നെക്സ്റ്റ് 300. 300നെ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാമെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ 300 rupee നോട്ട്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ദെൻ 30 10 rupees ആയിട്ട് നമുക്കെടുത്താൽ 300 കിട്ടും. ഇനി എത്ര 20 rupees എടുക്കണം? 15 20 rupees എടുക്കണം. എത്ര 50 rupee നോട്ട് എടുക്കണം? 6 50 rupees നോട്ട് എടുക്കണം. എത്ര 5 rupee നോട്ട് കൂടിയല്ല 300 ആവാ? 60
5 rupees. Then എത്ര 1 rupees എടുത്താലാണ് 300 ആവുക? 300 1 rupees എടുക്കണം. ഇനി കോർണർ PTA. Dad, don't forget to buy bananas. Tomorrow's corner PTA is here. അപ്പോൾ ഒരു കുട്ടി അച്ഛനോട് പറയുന്നു, അച്ഛാ ഇന്ന് വരുമ്പോൾ ബനാനാസ് വാങ്ങാൻ മറക്കരുത്, കാരണം നമ്മളുടെ വീട്ടിലാണ് നാളെ കോർണർ PTA നടക്കുന്നത്. Then father bought 6 kilogram of banana for the corner PTA. അച്ഛൻ എന്ത് ചെയ്തു? കോർണർ PTAക്ക് വേണ്ടിയിട്ട് 6 കിലോ ബനാനാസ് വാങ്ങി. ഇനി the price of 1 kilogram of banana is 50 rupees. 1 കിലോ ബനാനയുടെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. ഫാദർ ഗേവ് എ 500 rupee നോട്ട്. അച്ഛൻ എന്ത് ചെയ്തു? ഒരു 500 രൂപ കൊടുത്തു. ആൻഡ് ഗോട്ട് 3 നോട്ട്സ് ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ബാക്ക്. അപ്പോൾ അച്ഛൻ 500 രൂപ കൊടുത്തപ്പോൾ 3 നോട്ടുകൾ, വ്യത്യസ്ത ഡിനോമിനേഷനുള്ള 3 നോട്ടുകളാണ് തിരിച്ചു തന്നത്. അപ്പോൾ വാട്ട് നോട്ട് ഡിഡ് ഹീ ഗെറ്റ്? എങ്ങനെയാണ് അച്ഛന് പൈസ 3 എണ്ണായിട്ടാണെങ്കിൽ ഏത് രീതിയിലാണ്, ഏതൊക്കെ നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ? ഇപ്പം നമുക്ക് എന്ത് വേണം? ബനാനയുടെ എത്രയാണ് ബനാനക്ക് വന്ന പ്രൈസ് എന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്കതിൻ്റെ വഴി വെച്ച് തന്നെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ്, പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ബനാന ഈസ് 50 rupees. ദെൻ പ്രൈസ് ഓഫ് 6 kilogram ഓഫ് ബനാന 6 into 50 is equal to 300 rupees. ഇനി അച്ഛൻ എത്രയാണ് കൊടുത്തേ? ഫാദർ ഗേവ് the amount that father gave is equal to 500 rupees. അച്ഛൻ 500 രൂപയാണ് കൊടുത്തത്. Then the amount that father got back is equal to 500 minus 300. 500 minus 300 is equal to 200 rupees ആണ് ഇനി തിരിച്ചു കിട്ടേണ്ടത്. ഇനി 3 നോട്ടുകളാണ് തിരിച്ചു കിട്ടിയതെങ്കിൽ എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 100 രൂപയുടെ ഒരു നോട്ട്, 50 രൂപയുടെ 1 നോട്ട്, ദെൻ 10 രൂപയുടെ 5 നോട്ട്, ഇങ്ങനെയായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക. ദെൻ വാട്ട് ഇഫ് ഹീ ഗോട്ട് 4 ഡിഫറെൻറ്റ് നോട്ട്സ് ബാക്സ്? ഇൻ 4 നോട്ടുകളാണ് തിരിച്ചു കിട്ടിയിട്ടെങ്കിലോ? ദെൻ 100 രൂപയുടെ ഒരു നോട്ട്, 50 രൂപയുടെ ഒരു നോട്ട്, 20 രൂപയുടെ 2 നോട്ട്, ദെൻ 10 രൂപയുടെ ഒരു നോട്ട്, ഇങ്ങനെയായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക. Then Minha and her friend went to park. Here is a dragon. Let's play with it. ഇതും അങ്ങനെ തന്നെ. എന്താ? നെക്സ്റ്റ് നമ്പർ എഴുതാണ് വേണ്ടത്. 898, then 899, അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് പോവാണ് വേണ്ടത്. ഇനി റീഡ് ആൻഡ് റൈറ്റ് ദീസ് നമ്പേഴ്സ്. അവിടെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് വായിച്ചിട്ട് അത് അക്കങ്ങളായിട്ട് എഴുതാം. 899, 900, 901, 990, 995, 998. Then brother's gift. Minha's brother gave her a gift, a map showing the river of Kerala. She liked it very much. അപ്പോൾ മിൻഹയുടെ ബ്രദർ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ ഗിഫ്റ്റ്? ഒരു മാപ്പ് അല്ലേ? കേരളത്തിലെ നദികളുടെ ചിത്രം കാണുന്ന ഒരു മാപ്പാണ് കൊടുത്തത്. ഷീ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. അത് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അതിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ ആൻഡ് ദേ ഹാവ് ടാബുലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ്. നമ്മുടെ കേരളത്തിലെ കുറച്ച് റിവേഴ്സും അതിൻ്റെ ലെങ്ത്തും അവിടെ കൊടുത്തിട്ടുണ്ട്, അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലോങ്ങസ്റ്റ് റിവർ, ഇതിൽ ഏറ്റവും നീളമുള്ള റിവർ ഏതാണ്? ഏറ്റവും നീളം കൂടിയ റിവർ ഏതാണ് നോക്കുക. ടേബിൾ നോക്കുക. ഏറ്റവും വലിയ നമ്പർ ഏതാ? 244 അല്ലേ? അപ്പോൾ അത് ഏത് റിവറാ? പെരിയാർ. സോ ദ ലോങ്ങസ്റ്റ് റിവർ ഈസ് പെരിയാർ. ഇനി ദ ഷോർട്ടസ്റ്റ് റിവർ, ഏറ്റവും ചെറിയ ലെങ്ത്ത് അല്ലെങ്കിൽ ചെറിയ നമ്പർ ഏതാ? 16 അല്ലേ? അപ്പോൾ ചെറിയ ഷോർട്ടസ്റ്റ് റിവർ ഏതാണ്? മഞ്ചേശ്വരം റിവർ. ദെൻ ഹൗ മെനി റിവർ ഇൻ ദ ലിസ്റ്റ് ആർ ലോങ്ങർ ദാൻ ചാലിയാർ? ചാലിയാറിനെ കാട്ടിയും വലിപ്പമുള്ള ഏതൊക്കെ റിവേഴ്സാണുള്ളത്? അതിൻ്റെ പേരുകൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞത്. പെരിയാർ, ബ്രഹ്മപുത്ര, പമ്പ, ചാലിയാർ. അപ്പോൾ അതാ നീളത്തിനനുസരിച്ച് ഒന്ന് ഓർഡർ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. ഇനി കുറച്ച് നമുക്ക് ഇവാലുവേഷൻ ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത് നോക്കാനുണ്ട്. കംപ്ലീറ്റ് ദ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒന്നാമത് നോക്കിയേ, 11, 22, 33, 44. അപ്പോൾ 11 കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത എത്രയായിരിക്കും? 55, then 66.
നെക്സ്റ്റ് 150, 250, 350. അടുത്ത രണ്ടെണ്ണം എത്രയായിരിക്കും? 450 and 550. Then 100, 101, 103, 106, then 110 and 115. അല്ലേ? 100 plus 1, 101, 101 plus 2, 103, 103 plus 3, 106. അങ്ങനെ കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. Then 990, 980, 970. ഇനി എത്രയായിരിക്കും? 960 and 950. ഇനി ഇത് നമുക്ക് സ്വന്തമായിട്ട് പാറ്റേൺ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. 100, 105, 110, 115. Then 20, 30, 40, 50. Then 100, 120, 140, 160. 100, 200, 400. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ വേണമെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടാക്കാം. Then who am I? I am a 2-digit number. ഞാനൊരു 2-digit നമ്പറാണ്, 2 അക്ക സംഖ്യയാണ്. ലാർജർ ദാൻ 80. 80യേക്കാളും വലിയ സംഖ്യയാണ്. Then the digit in one's place is 1 more than the number in the tens place. അപ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്തുള്ള നമ്പറിനേക്കാളും ഒരു നമ്പർ കൂടുതലാണ് ഏത്? വൺസിൻ്റെ പ്ലേസിലുള്ള സംഖ്യ. അപ്പോൾ ഹൂ ആം ഐ? 89 മാത്രമാണ് ഈ ക്ലൂ ഒക്കെ വെച്ചിട്ട് വരുന്ന നമ്പർ. ഇനി അടുത്തത്, ഐ ആം എ 3-digit നമ്പർ, സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 15. ഞാനൊരു 3 അക്ക സംഖ്യയാണ്, എൻ്റെ അക്കങ്ങളുടെ തുക അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 15 ആണ്. ദ ഡിജിറ്റ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ്. 1ൻ്റെ സ്ഥാനത്തുള്ള നമ്പറിനെക്കാട്ടും 8 കുറവാണ് 100ൻ്റെ സ്ഥാനത്തുള്ള നമ്പർ. അപ്പോൾ ഹൂ ആം ഐ? ഇറ്റ് ഈസ് 159. ദെൻ മൂന്നാമത്തെ ചോദ്യം, സ്കൂൾ സ്റ്റോർ. The school store needed 950 pencils. സ്കൂൾ സ്റ്റോറിന് 950 പെൻസിൽസ് ആണ് വേണ്ടത്. മിൻഹ ഗേവ് 7 boxes and 6 packets of pencil. നമ്മൾ മുന്നേ പോലത്തെ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈച്ച് ബോക്സ് ഹാസ് 100 pencils and in each packet 10 pencils. How many more should be given it to make 950 ആണ് ആവേണ്ടത്. അപ്പോൾ അതിൻ്റെ വഴി ഇങ്ങനെയാണ്. The total number of pencils is equal to 950. Number of pencils that Minha gave is equal to 7 boxes and 6 packets. Number of pencils in one box is equal to 100. The number of pencils in 7 boxes is equal to 10 ആണ്. 7 into പിന്നെ ഓക്കെ 1 ബോക്സിൽ 100 പെൻസിലാണ്. അപ്പോൾ 7 ബോക്സിൽ 7 into 100 700 ആണ് വരിക. ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ 1 പാക്കറ്റ് 10 ആണ്. ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ 6 പാക്കറ്റ് ഈസ് ഈക്വൽ ടു 6 into 10 60. ദ ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് മിൻഹ ഗേവ് ഈസ് ഈക്വൽ ടു 700 plus 60 is equal to 760. Pencils more needed to make 950 is equal to 950 minus 760 is equal to 190. അപ്പം 190 പെൻസിൽസ് ആണ് ഇനി അധികമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.